അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചിട്ടാണ് ഇത്തവണത്തെ ഈ യോഗത്തിൻ്റെ അവസാനത്തെ മെസ്സേജ് നിങ്ങളെ ഏൽപ്പിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ 4 വാക്യങ്ങൾ നിങ്ങൾ കേട്ടെങ്കിൽ ഇനി ആ ഭാഗത്ത് തന്നെയുള്ള 2 വാക്യങ്ങൾ ഇന്ന് പകലത്തെ ദൂതിന് വേണ്ടി മാത്രം വായിപ്പിക്കുന്നു. വായിക്കേണ്ടത് 2ാമത്തെ വാക്യവും 5ാമത്തെ വാക്യവും മാത്രമാണ്. വേഴ്സ് 2 and 5. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഇനി 5ാമത്തെ വാക്യം. അന്ന് ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അടുത്ത വാക്യം കൂടെ. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. മതി. താങ്ക് യു. 2 വാക്യങ്ങൾ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ട്. എല്ലാവരും ചേർന്ന് പറയാമോ? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കം ഉണ്ടായി. 6ാമത്തെ വാക്യം. ഈ മുഴക്കം ഉണ്ടായപ്പോൾ ജനം വന്നുകൂടി. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. ആകാശത്തുനിന്ന് ഒരു വലിയ മുഴക്കം ഉണ്ടായി. ആകാശത്തുനിന്ന് ഒരു വലിയ മുഴക്കം ഉണ്ടായി. 6ാമത്തെ വാക്യം. ഈ മുഴക്കം ഉണ്ടായപ്പോൾ ജനം പുരുഷന്മാർ വന്നുകൂടി. പത്രോസിന്റെ പ്രസംഗം കേട്ടല്ല ആള് വന്നത് മുഴക്കം ഉണ്ടായപ്പോഴാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ചർച്ചിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വൈകിട്ട് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. തിരുമേശയാൽ ഞങ്ങളെ ബ്ലെസ് ചെയ്തല്ലോ. വചനത്താൽ ഞങ്ങളെ ബ്ലെസ് ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോൺസൺ പാസ്റ്ററും കുടുംബത്തിനും വിശേഷാൽ നന്ദി. എന്നെ ഈ കൂട്ടായ്മയ്ക്ക് ക്ഷണിച്ച ഈ ചർച്ചിലെ എല്ലാ പ്രിയപ്പെട്ടവരെല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സോറി, ഞാൻ പേര് പഠിച്ചു വരുന്നുള്ളൂ. നിങ്ങൾ എന്നെ ഒരു 7 ദിവസത്തെ മീറ്റിങ്ങിന് വിളിക്കാറുണ്ട്, ഞാൻ എല്ലാ പേരും പറഞ്ഞേനെ. അതിൻ്റെ അർത്ഥം നിന്നെ 7 ദിവസത്തിന് വിളിക്കണം എന്നല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതൊക്കെ നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. പ്രിയ സ്റ്റീഫൻ ചായനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം. സഹോദരിയുടെ എന്നെ പേര് ഞാൻ പിന്നെ പോയി. എനിക്ക് ഏതായാലും സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, പിന്നെ പേരിനകത്തൊക്കെ എന്തിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. 2 കുഞ്ഞുങ്ങൾ, 2 പേരും. ഞാൻ ആ ഭവനത്തിൽ 2-3 ദിവസം, എത്ര ദിവസം പാർത്തുന്നു പോലും എനിക്ക് ഓർമ്മയില്ല. 3 ദിവസം ഉണ്ട് താമസിച്ചെന്ന് തോന്നുന്നു. എൻ്റെ സ്വന്തം ഭവനം പോലെ അവർ ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന ബഹുമാനത്തിൽ എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തു. അവർ നൽകിയ സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും കരുതലിനും നന്ദി. താങ്ക് യു. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആമേ. ഇനിയും വരുമ്പോൾ എന്നെ താമസിപ്പിക്കണം കേട്ടോ. ആ തലയാട്ടം അങ്ങോട്ട് പോരാതെ വരുന്നില്ല. ഹല്ലേലൂയ. ആ പ്രിയ സഹോദരി എനിക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി. നന്ദി. എനിക്ക് അത്രയൊക്കെ പറയാൻ അറിയത്തുള്ളൂ, സോറി. മറ്റെല്ലാ ഇവിടുത്തെ സഹോദരിമാർ നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ ധാരാളം സഭകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒത്തിരി മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു സന്തോഷം. ഒന്ന്, നിങ്ങൾ എല്ലാവരും ഒരു കാര്യത്തിന് ഒരുമിച്ച് അധ്വാനിക്കുന്നു, ഓടുന്നതൊക്കെ ഒരു നല്ല കാഴ്ചയാണ്. ഞാൻ ദൈവമക്കളോട് കാല് പിടിച്ച് പറയുന്നു, നിങ്ങളുടെ ഐക്യതയും സ്നേഹവും നിങ്ങൾ കളയരുത് പ്ലീസ്. പിശാച് എത്ര സഭകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നറിയോ. ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല. കോട്ടയത്തൊരു ഭാഷയുണ്ട്, അത് പറയാൻ കൊള്ളാത്ത ഭാഷയെങ്കിലും ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കാണാൻ മേലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ആളുകൾ തമ്മിലുള്ള ബന്ധമെല്ലാം തല്ലി തകർത്ത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഒരാളോട് സ്നേഹമില്ലാതെ പെരുമാറിയതുകൊണ്ട് എന്നാ നേട്ടം? ഇന്ന് വഴക്ക് പിടിച്ചേച്ച് നാളെ അവരെ കാണാമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. രാത്രി കട്ടിലെ കിടന്ന് വെച്ച് രാവിലെ എഴുന്നേൽക്കുന്നുപോലും ഉറപ്പില്ല. രാവിലെ ഒരു ബെഡ് കോഫി കുടിക്കാമെന്നൊക്കെയുള്ളത് നമ്മുടെ സ്വപ്നം മാത്രമല്ലേ. അങ്ങനെ ജീവിക്കുന്ന നമ്മൾ ആരോട്
ആരോട് പിണങ്ങാനാണ്, എന്തിനു പിണങ്ങാനാണ്? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇവിടെ സഹോദരന്മാർ, നമ്മുടെ യേശു അവരുടെ എല്ലാവരുടെയും പേര് സുജി അല്ലേ, സുജിൻ എന്നാ റോജിനോ, അവൻ്റെ പേര് പഠിച്ചേ പറ്റുള്ളൂ. അവൻ എന്നെ വ്യാഴാഴ്ച സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവൻ്റെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും വരണം. അവൻ്റെ ആ സ്വാതന്ത്ര്യം നശിക്കുന്ന ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവന് നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുക്കൻ. എന്നിട്ട് അവൻ ഇത്രയും ദൂരെ ഈ അഞ്ചഞ്ചനും അവൻ്റെ ചർച്ച അല്ല ഇത്. അവൻ്റെ ചർച്ച ആണോ ഇത്? ആണോ? ആ, അവൻ്റെ ചർച്ച അല്ലാഞ്ഞിട്ടും ഈ ചർച്ചിൽ പ്രസംഗിക്കാമെന്ന പാസ്റ്ററിനെ റാസ വരുന്നത് പോലെ 5 മണിക്കൂർ വണ്ടി ഓടിച്ച് ഒരു പരാതി അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. കർത്താവിനെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ശരിക്കുള്ള അനുഗ്രഹം വ്യാഴാഴ്ച കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. വാക്ക് മാറാതിരിക്കണേ. റിയലി ലവ് യു. കർത്താവ് നിന്നെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ സിറിയക്ക്, സ്തോത്രം, ഹല്ലേലൂയ. അവരൊക്കെ നല്ല വർഷിപ്പ് ലീഡേഴ്സാണ്. നിങ്ങളുടെ പേരും കൂടെ റോബിൻ റോയ്സ്. മോൻ്റെ കൊച്ചിൻ്റെ പേരെന്നാടാ? ജെഫി. അവൻ എന്നെ അടി അവിടെ കിടന്ന് അടിക്കുന്നറിയോ? അവനൊരു നന്ദി പറഞ്ഞില്ലേ, ഭയങ്കര സങ്കടമായി പോകും. പിന്നെ നമ്മുടെ ബേസ് ഗിറ്റാർ വായിക്കുന്ന മോൻ്റെ മമ്മിയല്ലേ പാട്ട് പാടുന്നത്? റൈറ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള നിങ്ങളുടെ ഏതോ ഒരു ബന്ധുവിനെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടിരുന്നു. അപ്പോൾ എന്നോട് ആ പാട്ട് പാടുന്ന ആൾ ഞങ്ങളുടെ ബന്ധമാണെന്ന് എന്നോട് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. റിയലി നിന്നെ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ആമേ. കർത്താവ് ഒത്തിരി ബ്ലെസ് ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ ദൈവമക്കൾക്കും. പിന്നെ കഴിഞ്ഞ 3 ദിവസം നിങ്ങളുടെ നടുവിൽ പ്രസംഗിച്ച് എനിക്കും ഞാൻ സ്നേഹവന്ദനം പറഞ്ഞ് ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്ന വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങളോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടോ നിങ്ങളെ വില കുറച്ച് കണ്ടതുകൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഈ 10-15 ദിവസത്തേക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളെ ആരെയും വിഷമിപ്പിച്ച റോണിൻ്റെ പേര് ഞാൻ ഓർത്ത് വെച്ചിരുന്നത്, അത് വിട്ടുപോയി. സ്തോത്രം. കർത്താവ് സഹായം. റോണൊക്കെ ശരിക്കും അനോയിൻറ്റഡ് ആണ്. ഇനി നല്ല ശക്തമായിട്ട് അവരൊക്കെ പ്രസംഗിക്കും. ഇനി വരുമ്പോൾ ഇനി നമ്മൾ അറ്റ്ലാന്റ ക്രൂസൈഡിന് റോൺ പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണേണ്ടി വരും. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ നമ്മുടെ സ്റ്റീഫൻ അച്ചാന് സങ്കടം വരും. എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറയാഞ്ഞത്? ഹല്ലേലൂയ. കീഴ്മേൽ മറിക്കും. നമ്മളെല്ലാവരും കീഴ്മേൽ മറിക്കും. നിങ്ങളെല്ലാം ശക്തന്മാരാണ്. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു ഫേസ് ഇല്ലാതെ നിങ്ങളിൽ ഒരാളെ പോലെ നിന്നുകൊണ്ട് ഞാൻ പറയും, ഞാൻ സഭയുടെ ദൈവമക്കളോട് വളരെ ഗൗരവമായിട്ട് പറയുന്നു, നമ്മളാരും വലിയവരുമല്ല, നമ്മളാരും ചെറിയവരുമല്ല. നിങ്ങളുടെ യൂണിറ്റ് നിങ്ങൾ കളയരുത്, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കളയരുത്. ഇല്ലെങ്കിൽ ഈ ന്യൂകാസിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആ സ്നേഹം നിങ്ങൾ നിലനിർത്തണം. നിങ്ങളിൽ ആരും വലിയവനല്ല, പറ, ആരും ചെറിയവനല്ല. ആരും വലിയവനുമല്ല, ആരും ചെറിയവനുമല്ല. ആമേൻ. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തിലും ഐക്യതയിലും സന്തോഷത്തിലും. ഒരാൾക്ക് വയ്യെന്ന് കേട്ടാൽ എല്ലാവരും, ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്, കർത്തൃമേശ തിന്നതോടുകൂടി പ്രശ്നം മാറിയെന്ന് ആരും ചിന്തിക്കരുത്. ക്ഷമ പറയാനുള്ളവരോടൊക്കെ പറഞ്ഞോണം. എവിടെയെങ്കിലും ആർക്കെങ്കിലും നിങ്ങളോടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ, ഇനി അടുത്തത് ഈ ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുമെന്ന് പറഞ്ഞ് ബൈബിളിൽ വാക്യമുണ്ട്. കേട്ടിട്ടുണ്ടോ? എങ്ങനെ? നമ്മളിങ്ങനെ ഓവർ ടോക്ക് ചെയ്യുമ്പോഴല്ലോ നമ്മുടെ സദാചാരബോധം നശിച്ചു. അതുകൊണ്ട് ആമേൻ, ഒത്തിരി സംസാരിച്ചാൽ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ കുറച്ച് സംസാരിക്കുക. ഇനി നിങ്ങളോട് ആരും സംസാരിക്കാനില്ലെങ്കിൽ മൊബൈലിൻ്റെ റെക്കോർഡ് ഓൺ ചെയ്ത് വർത്താനം പറഞ്ഞ് നിങ്ങൾ തന്നെ കേൾക്കണം. അതാണ് നിങ്ങൾക്കറിയാം എൻ്റെ പ്രശ്നം എന്നാന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും, ഞാൻ ഈ പറഞ്ഞ സന്തോഷത്തോടെ കേട്ടവരുടെ കൈ ഒന്ന് കാണിച്ചേ. ആമേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സന്തോഷത്തോടെ. എനിക്കതൊക്കെ പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വെറുക്കുന്ന ആളായിരിക്കും നമ്മുടെ സങ്കടത്തിൽ ചിലപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വരുന്നത്. നമ്മൾ അപ്പുറത്തെ വീട്ടുകാരെ ഒത്തിരി ചീത്ത വിളിക്കും, പക്ഷെ നെഞ്ചുവേദന എടുത്ത് അവിടെ കിടന്ന് പെടയും ഉണ്ടല്ലോ, പൊക്കിക്കൊണ്ട് പോകാൻ അവൻ മാത്രമേ കാണുള്ളൂ. നെല്ലിക്കാച്ചാക്കിൻ്റെ മൂടഴിച്ച് വിട്ട പോലെ അന്യഭാഷ പറഞ്ഞ സഹോദരനൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പിണക്കരുത്, സാത്താനെ ഒഴികെ ആരെയും പിണക്കരുത്. നിങ്ങൾ സന്തോഷം. ഞാൻ അടുത്ത പ്രാവശ്യം എന്നെ ജോൺസൺ പാസ്റ്റർ ഇംഗ്ലീഷ് ചർച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്ക് മാറിയോ? ഇല്ല, വാക്ക് മാറിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെയും വരും. ഹല്ലേലൂയ. ആമേൻ. ഇതിൽ ഞാൻ നിങ്ങളുടെ സഭയെ
ഞാൻ ഈ 3 ദിവസം പോയത് വളരെ പെട്ടെന്നാണ്. 3 ദിവസം അങ്ങ് പോയത്. ഹല്ലേലൂയ. നല്ല ഭക്ഷണമൊക്കെ തിന്നുന്ന കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അല്ല, എനിക്ക് ഇച്ചിരി ചോറ് കിട്ടുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെയൊക്കെ പാത്രത്തിൽ മണ്ണിരിക്കുന്ന കണ്ടിട്ട് മണ്ണിൻ്റെ ലോറി മറിഞ്ഞാന്ന് ഞാൻ ഓർത്ത. എന്നാലും ഞാനൊരു സന്തോഷത്തിൽ പറഞ്ഞ കേട്ടോ, നിങ്ങളെല്ലാവരും നല്ല മനുഷ്യർ. ഓക്കെ, ഞാൻ ഇന്ന് എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രയാസമുണ്ട്, എങ്കിലും തൊണ്ടയ്ക്ക് ഒരു പ്രയാസം എനിക്കില്ല. വളരെ അത്യാവശ്യമായിട്ടൊരു ദൂത് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കാത്ത. ആരെങ്കിലും ട്രാൻസ്ലേഷൻ ഇല്ലാവുന്ന ഞാൻ നിന്നെ വിളിക്കാം, നീ വരുമോ? എൻ്റെ മക്കൾ വരണം കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഇനി ഈ 2-ാം അധ്യായത്തിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം പറയാം. കൊച്ചേ, ഇത് ഇന്നുകൊണ്ട് യോഗം തീരും, അതുകൊണ്ട് എനിക്ക് ഫീഡ്ബാക്ക് മാക്സിമം തന്നേക്കണം കേട്ടോ. അവൻ മനസ്സിൽ എന്നെ പരാകുന്നുണ്ടോയെന്നറിയാം. എന്നാലും ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 3 തുടക്കങ്ങളുടെ അധ്യായമാണ്. 3 തുടക്കങ്ങളുടെ അധ്യായമാണ്. ഒന്നാമത്തെ ദൈവസഭയുടെ ഇനാഗുറേഷൻ നടക്കുന്നത് ഈ അധ്യായത്തിലാണ്. എത്ര പേര് കേൾക്കുന്നുണ്ട്? 2, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ് അടിസ്ഥാന വേദോപദേശങ്ങളുടെ സ്ഥാപനം നടക്കുന്നത്. രക്ഷ, മാനസാന്തരം, സ്നാനം, പറ ചീറ്റാനല്ല പറഞ്ഞത്, പറയാൻ. പരിശുദ്ധാത്മാഭിഷേകം, വേർപാട്, അപ്പം നുറുക്ക്, കൂട്ടായ്മ, പ്രാർത്ഥന, ഇങ്ങനെ ജ്ഞാനമായവൾ തീർത്ത വീടിന്റെ 7 തൂണുകൾ, അടിസ്ഥാന ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നത് പറ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. 3-ാമത്തത് അന്യഭാഷയുടെ തുടക്കം ഈ പുസ്തകത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി തുറക്കുമ്പോൾ മറക്കരുത്. 1, നമ്മുടെ പ്രാണവായുവാകുന്ന സഭയുടെ ഉദ്ഘാടനം എന്ന് വേണേ പറയാം. 2, അടിസ്ഥാന ഉപദേശങ്ങൾ, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വേർപെടണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം തുറക്കണം, പ്രാർത്ഥിക്കണം. കണ്ടോ, അടിസ്ഥാന ഉപദേശങ്ങളുടെ സ്ഥാപനം. 3-ാമത്തത് അന്യഭാഷ. എന്തിനാ ഈ അന്യഭാഷ? എന്തിനാ ഈ അന്യഭാഷ കൊണ്ട്? ഞാൻ ഒറ്റ വാക്കി പറയാം. ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താനും പാമ്പും ഹൗവയും തമ്മിൽ സംസാരിച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പാമ്പ് ഹൗവയോട്, അങ്ങനെ വാക്കിയില്ലേ? ഒന്ന് മൂളപ്പാ. പാമ്പ് ഹൗവയോട്, അടുത്തത് ഹൗവ പാമ്പിനോട്. അപ്പോൾ പാമ്പ് പറഞ്ഞത് ഹൗവയ്ക്ക് മനസ്സിലായി, ഹൗവ പറഞ്ഞത് പാമ്പിനും മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിൽ അതവിടെ കട്ട് ചെയ്യണം. ഇപ്പോൾ ഒരാൾ നമ്മുടെ ഫോണെ വിളിക്കുന്നു, ഹലോ സൂസമ്മാമയാണോ? അല്ല, ഞാൻ തങ്കമ്മാമയാണെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. വിളിച്ചയാളെ സൂസമ്മാമനെ വിളിച്ചത് കേട്ടില്ല, സൂസമ്മാമനെ വിളിച്ചത്. അന്നേരം അവർ പറഞ്ഞു, അന്നേരം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു റോങ് നമ്പറാണ്. റോങ് നമ്പറാന്ന് പറയുമ്പോൾ പിന്നെ അയാൾ ചോദിക്കുക പേരെന്താ, എവിടെയാ താമസിക്കുന്നത് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? അയാൾ തന്നെ പറഞ്ഞു ഈ റോങ് ആയിട്ടുള്ള ആളായി വിളിക്കുന്നെന്ന്. കേട്ടോ, ആവശ്യമില്ലാത്ത കോൺവെർസേഷൻസ് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചത് സാത്താനും ഹൗവയും തമ്മിൽ സംസാരിച്ചു. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, ഞാൻ സഭയ്ക്ക് അടിസ്ഥാനമിടുമ്പോൾ ഒരു സാത്താനും പിടിച്ചെടുക്കാൻ മേലാത്തൊരു ഭാഷ എനിക്കും എൻ്റെ മക്കൾക്കും തമ്മിലുണ്ട്. ആ ഭാഷയുടെ പേരാണ് അന്യഭാഷ. എത്ര പേര് ഞാൻ ദൈവമക്കോട് പറയുന്നു, ഞാൻ ശുപാർശ ചെയ്യുന്നു, സഭ ഏറ്റവും കൂടുതൽ അന്യഭാഷയിൽ ആരാധിക്കട്ടെ. അക്കാരമൊന്ന് തട്ടി യേശുവിന് മഹത്വം കൊടുത്താട്ടെ. കൂടുതൽ അന്യഭാഷ പറയട്ടെ. ഹല്ലേലൂയ. ഒത്തിരി അന്യഭാഷ പറയാൻ, ഒത്തിരി ആത്മാവിൽ ആരാധിക്കാൻ. പോട്ടെ, നമുക്ക് ഇതൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഞാൻ അവിടെ തൊട്ട് കമ്പിവാചകം പോലെ പറഞ്ഞു തരാം. യേശു സ്വർഗാരോഹണം ചെയ്യാൻ ഒലിവുമല തിരഞ്ഞെടുക്കാൻ കാര്യം, യേശു എവിടെ ഇരുന്നാണോ പ്രാർത്ഥിച്ചത്, എവിടെയാണോ യേശുവിൻ്റെ കണ്ണുനീര് വീണത്, അവിടെ നിന്നാണ് യേശു ഉയർത്തപ്പെടുന്നത്. ദൂതിൻ്റെ 2-ാമത്തെ ഭാഗം, പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, ദാവീദ് തലയിൽ തുണിയിട്ടുകൊണ്ട് കാലിൽ ചെരിപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കയറി എന്ന് പറഞ്ഞ് വാക്യമില്ലേ? ബൈബിളിലെ യേശുവിൻ്റെ പിതൃസ്ഥാനി ദാവീദാണ്. ദാവീദിന്റെ സന്തതിയായി സഹായിക്കേ ക്ഷീണിക്കാതെ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ യേശു കർത്താവിന്റെ പിതൃസ്ഥാനി ദാവീദാണ്. അങ്ങനെയാണെങ്കിൽ ദാവീദ് തലയിൽ തുണിയിട്ടുകൊണ്ട്
കാലിൽ ചെരുപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കയറി. എന്നാൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ അപ്പനാകുന്ന ദാവീദ് അപമാനത്തോടെ കയറിയ അതേ ഒലിവുമലയിൽ നിന്നാണ് മകനാകുന്ന യേശു ഉയർത്തപ്പെടുന്നത്. ഞാൻ ആരോടൊക്കെ ഒരു പ്രവചനം പറയാൻ പോകുകയാ. നിന്റെ പിതാക്കന്മാർ തകർന്ന അതേ മണ്ണിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. പിതാക്കന്മാർ ഉടഞ്ഞെടുത്ത് തകർച്ച നേരിട്ട മണ്ണിൽ ആ കൈയൊന്ന് അടിക്കാമെങ്കിൽ അടിക്ക്. അടകജന ഘടകതല റകടകദിനിയ. നിങ്ങളെ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നാട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുകയാണ്. എവിടെയാ നിന്റെ പിതാവ് തകർന്നത്? എവിടെയാ നിന്റെ അപ്പൻ ഉടഞ്ഞത്? എവിടെയാ? ആ മണ്ണിന്റെ അകത്തുനിന്ന് തന്നെ ദൈവ തലമുറയെ ഉയർത്താൻ പോകുകയാ. അയ്യോ ഇത് പോരാ, യേശുവേ എന്ന് വിളിച്ചൊരു ആരാധന കൊടുത്തേ. ആ മണ്ണ്, ആ ശാപത്തിന്റെ മണ്ണ് ഒരു അനുഗ്രഹത്തിന്റെ മണ്ണായി മാറുന്നു. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. 120 പേരടങ്ങുന്ന ഒരു സംഘം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഒരു സംഘം ഒലിവുമലയുടെ നെറുകയിൽ നിന്ന് മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരികയാ. അവർ വന്ന് കയറിയത് മാളികമുറിയിലേക്കാണ്. മാളികമുറിയിൽ അവർ കയറിയിരുന്ന് സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവർ കാത്തിരിക്കുകയാ. ആരെയാ കാത്തിരിക്കുന്നത്? വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുകയാണ്. അവർ കാത്തിരിക്കുക. ഒരിക്കൽ കൂടെ രാമൻ പറയാമോ? വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവർ കാത്തിരിക്കുകയാണ്. അവർ കാത്തിരിക്കുമ്പോൾ 2-1 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഞാൻ ഈ 2-ാം അധ്യായം വ്യാഖ്യാനിക്കാൻ അല്ല ഈ വാക്യം എടുത്തത്. അതിനകത്ത് കിടക്കുന്ന ഒരു വേർഡ് മാത്രം എടുക്കുക, ഒരൊറ്റ വേർഡ്. ആമേൻ. ആകാശത്തുനിന്നൊരു മുഴക്കം ഉണ്ടായെന്നുള്ള ഒറ്റ വാക്ക്. ഒരു ആമേൻ പറയാമോ? ഇച്ചൂടെ ആരോഗ്യത്തോടെ പറഞ്ഞു നോക്കിയേ. ആകാശത്തുനിന്ന് ഒരു മുഴക്കം ഉണ്ടായി. ഈ മുഴക്കം എന്ന വാക്ക് ബൈബിളിൽ വളരെ ഗൗരവമായിട്ട് കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഒന്ന്, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഏലിയാവിന്റെ ചരിത്രത്തിൽ കിടപ്പുണ്ട് വലിയ മഴയുടെ മുഴക്കം. അടുത്തത് എസ്കേൽ 37 ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കമുണ്ടായി. ഒരു മുഴക്കമുണ്ടായി. ഒന്ന്, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുകയാണ്. 2, അസ്ഥികൾ ചിതറിക്കിടക്കുന്ന താഴ്വരയിൽ യെഹെസ്കേൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു വലിയ മുഴക്കമുണ്ടായി. അസ്ഥി അസ്ഥിയോട് ചേരുകയാ. ഞാൻ ദൈവമക്കളോട് പറയാ, ജനത്തിന്റെ നടുവിൽ ഐക്യത വേണോ? ജനത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആരാധന വെളിപ്പെടണം. ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. ഒരു വലിയ മുഴക്കം. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ പോയാൽ ഇന്നത്തെ ദിവസം ഈ യോഗം തീരെയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ആ പർട്ടിക്കുലർ ആ ദൂതിലേക്ക് മാത്രം വരാനാ. അവർ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിരുന്നപ്പോ ആകാശത്തുനിന്ന് വലിയൊരു മുഴക്കമുണ്ട്. ഈ മുഴക്കം എന്ന വാക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. മുഴക്കം എന്ന വാക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളിൽ വോയിസ് ഓഫ് ഹെവൻ, സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ശബ്ദം, വോയിസ് ഓഫ് ഹെവൻ. എന്ന് ചില ഭാഗങ്ങളിലൊക്കെ ഈ ചേർത്തെഴുതിയിരിക്കുന്ന വോയിസ് ഓഫ് നോയ്സ്. നോയ്സ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാമല്ലോ. സാധാരണ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. വോയിസ് ഓഫ് ഹെവൻ, വോയിസ് ഓഫ് നോയ്സ്, സ്വർഗത്തിൽ നിന്നുണ്ടായ. ഇത് വെറും ഒരു ശബ്ദമാക്കി ഇതിനെ വ്യാഖ്യാനിക്കരുത്. ഒരു ശബ്ദമാക്കി. ഞാൻ ഇന്ന് രാവിലെ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തന്നെ സങ്കടം ഉണ്ടായൊരു കാര്യമുണ്ട്. കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കൃപാവരങ്ങൾ 12-ാം അധ്യായത്തിൽ. 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എഴുതിയിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ കൃപാവരം, 14-ാം അധ്യായത്തിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ പകർച്ച. ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞേ. 12-ാം അധ്യായത്തിൽ കൃപാവരം, 14-ാം അധ്യായത്തിൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇടയ്ക്കൊരു അധ്യായം കിടപ്പുണ്ട് 13. 12-ാം അധ്യായത്തിൽ കൃപാവരം എഴുതി വെച്ച്
13-ാം അധ്യായത്തിലല്ലേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എഴുതേണ്ടത്, പ്രകാശനങ്ങൾ എഴുതേണ്ടത്. പക്ഷെ ഒരധ്യായം വിട്ടേച്ചാ എഴുതിയത്. എന്നിട്ട് ആ 13-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് സ്നേഹം ഇല്ലെങ്കിൽ ഏതുമില്ലെന്ന്. നിങ്ങൾ കേട്ടില്ല? എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഒരു ചർച്ചിൽ കൃപാവരം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ആദ്യം വേണ്ടത് തമ്പാറ് ഓർഗണുമല്ല, അവിടെ ആദ്യം വേണ്ടത് സ്നേഹമാണ്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ഇതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് നേരെയില്ല. നമ്മളങ്ങനെ അടിച്ച് പൊളിച്ചങ്ങ് പോവുമല്ലേ. 12-ാം അധ്യായത്തിൽ കൃപാവരം, അയ്യോ അത് ഞാൻ വായിച്ച് ഞാൻ വെപ്രാളപ്പെട്ടു പോയി. ആമേൻ. നിങ്ങൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, അടുത്ത വാക്ക് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. അതിൻ്റെ ഇടയ്ക്ക് പൗലോസ് കേട്ടിട്ടൊരു ദ്രോഹം ഉണ്ടെന്നറിയോ? മുഴങ്ങുന്ന ചെമ്പ്, ചിലമ്പുന്ന കൈത്താളം. എന്നെ ശ്രദ്ധിച്ചേ, കമോൺ, എന്നെ ശ്രദ്ധിച്ചേ. സ്നേഹമില്ലാത്ത 100 പേര് ഒരിടത്തിരുന്ന് കൈയടിച്ചാൽ സ്വർഗത്തിൽ ഇരുന്ന് ദൈവം പറയും, ആണ്ടടാ എങ്ങാണ്ട് ചെമ്പ് മുഴങ്ങുന്നുണ്ട്, ആരാധന നടക്കുന്നുണ്ട് നല്ല പറയുന്നത്. സ്നേഹമില്ലാത്തവർ അന്യഭാഷ പറഞ്ഞാൽ സ്വർഗത്തിരുന്ന് ദൈവം പറയും ദൂതന്മാരോട്, എടാ എങ്ങാണ്ട് ചെമ്പ് മുഴങ്ങുന്നുണ്ട്, എങ്ങാണ്ട് ആമേ ചിലമ്പല് കേൾക്കുന്നുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, അകത്ത് സ്നേഹമില്ലാതെ കാട്ടിക്കൂട്ടുന്നതൊന്നും ഉണ്ടോ? കണ്ടോ? സ്വോത്രം പോയ പോക്ക് കണ്ടോ? സ്വോത്രം പോയ പോക്ക് കണ്ടോ? സ്വർഗത്തിൽ നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ തൊണ്ട പൊട്ടി ഇവിടെ കിടന്നുകൊണ്ട് തകർത്ത് അന്യഭാഷ പറയുമ്പോൾ സ്വർഗത്തിലും ദൈവം പറയാ, ആ ന്യൂ കാസിലിൽ നിന്ന് ഒരു ചെമ്പ് മുഴങ്ങുന്നുണ്ടല്ലോടാന്ന് പറയാ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നും ദൈവം എടുക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഴക്ക് കൂടി വെച്ച് പറഞ്ഞ ഏതെങ്കിലും അന്യഭാഷ ഇവിടെ ചെന്നിട്ടുണ്ടോ? സ്തോത്രം. അതെല്ലാം ചെന്ന് ഏതെങ്കിലും ഫ്ലൈറ്റിൽ ഇടിച്ച് തിരിച്ച് താഴോട്ട് വരികയാ. ആമേ. ചിലമ്പുന്ന കൈത്താളം എന്ന് പറഞ്ഞാൽ മുമ്പേ ആരാച്ചുകൊണ്ടിരുന്നപ്പം എവിടെ ഒരു ഡ്യുവൽ വോയിസ് കയറി വന്നില്ലേ, ഒരു ചിലമ്പൽ വന്നില്ലേ, അന്നേരം നീ ഭയങ്കരമായിട്ട് അസ്വസ്ഥനായില്ലേ. ഒരു ചിലമ്പൽ വന്നപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്ന പോലെ ഔട്ട് വരാതെ ചിലമ്പൽ വരെന്ന് പറഞ്ഞ് ഈ അതിന് ക്ലാരിറ്റി മാറി ഇങ്ങനെ ചിലമ്പാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായ. കാര്യം താളം ഏതാ, എങ്ങോട്ടാ പോകുന്ന പറയുന്നത് ഒരു 1/2 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ. പക്ഷെ ആ ചിലമ്പൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. ഇതുപോലെ കർത്താവ് പറയുകയാ, സ്നേഹമില്ലാതെയുള്ള ബാക്കിയെല്ലാം, ബാക്കി പറ, ചെലമ്പലാണ്. പോട്ടെ, നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ആമേൻ. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഞാൻ ഈ വോയിസ് ഓഫ് നോയിസ് എന്ന ഈ വാക്ക് മാത്രം എടുക്കുകയാണ്. വളരെ റെയറായിട്ടാണ് ഈ വോയിസ് ഓഫ് ഹെവൻ. ധാരാളം ആ വാക്ക്, ആ വാക്കിനകത്ത് വലിയ ഒരു അപകടവും ഇല്ലാത്ത നല്ല പ്യൂരിറ്റിയും ക്ലാരിറ്റിയും ഉള്ളൊരു വാക്കാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ 66:6 യെശയ്യാ പ്രവചനം, നഗരത്തിന് മീതെ ഞാൻ മുഴക്കം കേൾക്കുന്നു. എടുക്കണമെന്ന് നിർബന്ധമില്ല. ആമേൻ. അവിടെയെല്ലാം ചില സ്ഥലങ്ങളിലാണ് ഈ നോയ്സ്. ഈ നോയ്സ് എന്ന വാക്കിന്റെ മലയാളത്തിലെ അർത്ഥം ഞാൻ പറയാം. ആമേ. ഒച്ച, ബഹളം, ശബ്ദം, കോലാഹലം. ഒന്നുകൂടെ പറയാം. കേൾക്കുന്നുണ്ടോ? ഒച്ച, ബഹളം, ശബ്ദം, കോലാഹലം. ഒന്നുകൂടെ പറയാം. ഒച്ച, ബഹളം, ശബ്ദം, കോലാഹലം. ഈ 4 അർത്ഥങ്ങൾ കൊണ്ട് തീരുന്നില്ല. 5ാമത് വേറൊരു അർത്ഥം കൊണ്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണേ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അർത്ഥമാണ്. ആമേ. ഒന്ന്, ഒരു ഡേറ്റയെയോ ഒരു സിഗ്നലിനെയോ, ആ 2 പദം നിങ്ങൾ മറക്കരുത്. ഇന്ന് ഈ 2025 ലോകം മുഴുവൻ ചലിക്കുന്നത് ഒരു ഡേറ്റയിലാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ ടെക്നിക്കലി ജോലി ചെയ്യുന്ന പലരും ഇതിനകത്തുണ്ടല്ലോ. ഇവിടുത്തെ ഫ്ലൈറ്റ് മുഴുവൻ സഞ്ചരിക്കുന്നു. എന്തിൻ്റെ പുറകില? അതിൻ്റെ അകത്തുള്ള ഡേറ്റാസ്, അപ്പോൾ തന്നെ സിഗ്നൽസ്. ലോകം മുഴുവൻ ഇന്ന് സഞ്ചരിക്കുന്നത് ഈ 2 വ്യാപാരത്തിൻ്റെ പുറകിലാണ്. ഒരു ഡേറ്റ, ഒരു സിഗ്നൽ. കേട്ടില്ല? ഒരാമയും പറഞ്ഞാട്ടെ. ഒരു ഡേറ്റ, ഒരു സിഗ്നൽ. ഒരു കമ്പനി മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഒരു ഡേറ്റ മേളിലാണ്. ആമേ. ഒരു സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നത് സിഗ്നൽസിലൂടെയാണ്. എന്നാൽ നോയ്സ് എന്ന വാക്കിന്റെ അർത്ഥം കേൾക്കണോ? ഒരു ഡേറ്റയെയോ ഒരു സിഗ്നലിനെയോ, ഒരു ആമേൻ പറഞ്ഞു കൂടെ വാ, ഒരു ഡേറ്റയെയോ സിഗ്നലിനെയോ ഹൈജാക്ക് ചെയ്യാൻ ശേഷിയുള്ള വേറൊരു സിഗ്നൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇറങ്ങിയതിന് ആമേ അപ്പോസ്തലർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്ക എന്ന് പറഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് എവിടെയെങ്കിലും ഇറങ്ങിയാൽ ഇന്ന്
ഇന്നലെ വരെ വ്യാപരിച്ച എല്ലാ ഡേറ്റകളും അവിടെ ബ്രേക്ക് ആകാൻ പോകയാ. മനസ്സിലാകുന്നവര് മാത്രം അവൻ ഈ യോഗം വെറുതെ വെച്ചതല്ല. എന്നോട് ദൈവം പറയുന്നു, അവൻ ഈ ദേശത്ത് ചലിക്കുന്ന ചില കുടുംബങ്ങളെ ചലിക്കുന്ന പഴകിയ ഡേറ്റ കൈയുള്ളവരെ കൈ അടിച്ച്, വായുള്ളവർ അതര തുറന്ന് ആമേൻ നിന്നെ രോഗിയാക്കുന്ന, ആമേൻ നിന്നെ തകർക്കുന്ന, നിന്നെ നന്മയെ മുടിക്കുന്ന ആ പഴയ ഇതൊരു സാധാരണ രാത്രിയല്ല. അവ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ആ പഴയ ഡേറ്റ ഇന്ന് രാത്രി ബ്രേക്ക് ആകാൻ പോകയാ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാമോ? ഞാൻ ഗൗരവമായിട്ട് നിങ്ങളോട് പറയാം. നമ്മൾ അറിയാതെ ചിന്തിച്ചു പോയി, സ്നാനപ്പെടുന്നതോടുകൂടി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് ചിന്തിച്ചില്ലേ? രക്ഷിക്കപ്പെട്ടതോടുകൂടി എൻ്റെ എല്ലാ പ്രോബ്ലങ്ങളും മാറിയെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ നിങ്ങൾ ഓർക്ക്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പ്രോബ്ലങ്ങൾ അവസാനിക്കുകയല്ല, പരിഹാരങ്ങൾ ആരംഭിക്കുക ചെയ്യുന്നത്. ഓ, ആരോട് പറയാം? ഒന്നുകൂടെ പറയാ, നീ സ്നാനപ്പെട്ടതിന്റെ പേര് ആമേ കുത്തിത്തിരിപ്പ് അവസാനിപ്പിക്കുന്നുണ്ടോ? ഇല്ല. രക്ഷിക്കപ്പെടാത്ത അമ്മാച്ചന്റെ ചീത്തവിളി അവസാനിക്കുന്നുണ്ടോ? ഇല്ല. നിന്റെ കമ്പനിയിലെ മേൽത്തട്ടിൽ ഇരിക്കുന്നയാള് നിനക്കിട്ട് തരുന്ന പണിഷ്മെന്റുകൾ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഒരു പ്രശ്നങ്ങളും അവസാനിക്കുന്നില്ല. പക്ഷെ നീ രക്ഷിക്കപ്പെട്ട എത്ര വലിയ പ്രശ്നത്തെയും പരിഹരിക്കുന്ന ഒരാള്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? രക്ഷിക്കപ്പെട്ടാൽ പ്രശ്നം അവസാനിക്കുകയല്ല, പരിഹാരം തുടങ്ങുകയാ. ഓ, ഹല്ലേലൂയ. ദൈവത്തെ സേവിച്ച വീട്ടിലല്ലേ വീഞ്ഞ് തീർന്നു പോയത്? അപ്പൊ പ്രശ്നമുണ്ട്. ദൈവത്തെ സേവിച്ച വീട്ടിലല്ലേ വീഞ്ഞ് തീർന്നു പോയത്? പ്രശ്നമുണ്ട്. പൗലോസിനെ കാരാഗൃഹത്തിൽ അടച്ചില്ലേ? നിങ്ങൾ കേട്ടില്ലല്ലോ? പ്രശ്നമുണ്ട്. ലാസർ മരിച്ചില്ലേ? പ്രശ്നമുണ്ട്. ദൈവത്തെ സേവിക്കുമ്പോൾ പ്രശ്നം തീരുകയല്ല, പരിഹാരം ആരംഭിക്കുകയാണ്. അവൻ ഈ യോഗം നിങ്ങൾ എന്തിനു വെച്ചാലും എന്റെ മേൽ വാഴുന്ന പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ചില വീടുകൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഇന്ന് പകൽ പരിഹാരം വെളിപ്പെടുകയാ. അന്യഭാഷ പറഞ്ഞൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് പകൽ ആർത്തു വിളിച്ച് ഞാൻ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആഴമായിട്ട് എന്നെ കേൾക്കണേ പ്ലീസ്. ആ ഭാഗം ഒന്ന് നിങ്ങളുടെ കയ്യിലെത്തിക്കാം. ഒന്ന് 28-ാം അധ്യായം ഉൽപ്പത്തി. എടുക്കട്ടെ. അവിടെ ഒന്നും വായിക്കാനൊന്നുമില്ല, എനിക്ക് പറയാൻ മാത്രമേ ഉള്ളൂ. 28-ാം അധ്യായം. വാഗ്ദത്തമുള്ള യാക്കോബ് വീട് വിട്ടിറങ്ങുകയാ. സാധുശീലൻ കൂടാരവാസി. ഒന്ന് മൂളി എന്നോട് കൂടെ വരാവോ പ്ലീസ്? യാക്കോബ് വീട് വിട്ടിറങ്ങി. എന്തിനാ വീട് വിട്ടിറങ്ങിയത്? സ്വന്തം ചേട്ടൻ അവന്റെ കഴുത്ത് വെട്ടാൻ വാളെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ പ്രാണനും വാരി കൈ പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഓടുകയാ. എങ്ങോട്ട്? എങ്ങോട്ടെന്ന് അറിയില്ല, പ്രാണരക്ഷാർത്ഥം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. നിങ്ങൾ കേട്ടില്ല? സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. എന്താ അതിന്റെ അർത്ഥം? സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ യാക്കോബിന് അനങ്ങാൻ പറ്റുകയില്ല, വഴി കാണാൻ പറ്റുകയില്ല, മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. യാക്കോബ് അവിടെ ഇരിക്കുകയാ. എന്നാൽ യാക്കോബിന്റെ കുടുംബത്തിൽ ഒരു കൊച്ചുമോൻ ഉണ്ടായി, പേര് യോശുവ. ഞാൻ ഒന്നുകൂടെ പറയാം, യാക്കോബിന്റെ വീട്ടിൽ ഒരു കൊച്ചുമോൻ ഉണ്ടായി, പേര് യോശുവ. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങിയപ്പോ യോശുവ സൂര്യനോട് പറഞ്ഞു, എടാ, എന്റെ വല്യപ്പച്ചന്റെ കാലത്ത് നീ അസ്തമിച്ചതാ, എന്നാൽ എന്റെ കാലത്ത് നീ അസ്തമിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്നോട് ദൈവം പറയുന്നു, പിതാക്കന്മാരുടെ കാലത്ത് അസ്തമിച്ചതിനെ അസ്തമിക്കാൻ അനുവദിക്കാത്തൊരു തലമുറ ഈ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരികയാ. കരമൊന്ന് തട്ട് ദൈവത്തെ സ്തുതിക്കാമോ? പിതാക്കന്മാരുടെ കാലത്ത് തകർന്നത്, പിതാക്കന്മാരുടെ കാലത്ത് ഇരുന്നത്, പിതാക്കന്മാരുടെ കാലത്ത് ഉടഞ്ഞത്, അസ്തമിച്ചത്, അസ്തമിക്കാൻ അനുവദിക്കാത്ത ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ രാത്രി എഴുന്നേറ്റ് വരുന്നു. ആരോട് ദൈവം പറയുന്നു, ആ ശാപം ഇനി ആവർത്തിക്കത്തില്ല.
ആ ആക്സിഡന്റ് ഇനി ആവർത്തിക്കത്തില്ല, ആ രോഗം ഇനി ആവർത്തിക്കത്തില്ല, ആ ക്രൈസിസ് ഇനി ആവർത്തിക്കത്തില്ല. കാരണം ഇത് വേറെ തലമുറയാ. ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എഫേർട്ട് എടുത്ത്, എല്ലാവരും ശ്രദ്ധിക്കണേ, എഫേർട്ട് എടുത്ത് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണ് അബ്രഹാം. എവിടുന്ന് ഇറങ്ങിയത്? ഊരിൽ പോലും ഉരിയാടാത്ത വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ അകത്തുനിന്ന് അച്ചിലിട്ട് വാർത്ത് ദൈവങ്ങൾക്ക് വില പറഞ്ഞ് വിറ്റുദരപൂരണം നടത്തുന്ന ഒരു വീടിൻ്റെ അകത്തുനിന്ന് അബ്രഹാം ഇറങ്ങിത്തിരിക്കുക. യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്ത് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ മനുഷ്യൻ. നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്ക്, എന്ത് വില കൊടുത്ത ഈ മനുഷ്യൻ. ഉൽപ്പത്തി 16 സാറ മച്ചിയായിരുന്നു. ഉൽപ്പത്തി 25 റിബേക്ക മച്ചിയായിരുന്നു. ഉൽപ്പത്തി 30 റാഹേല് മച്ചിയായിരുന്നു. ഇനി ഞാനൊരു 10 പേരും കൂടെ മച്ചിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വോത്രം പറയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എന്നോട് പറയട്ടെ, നിങ്ങൾക്ക് എന്റെ ഗൗരവം മനസ്സിലായോ? ഉൽപ്പത്തി 16 സാറ മച്ചി. ഏത് സാറ? ഇറങ്ങിത്തിരിച്ച സാറ. ഉൽപ്പത്തി 25 റിബേക്ക മച്ചിയായിരുന്നു. ഏത് റിബേക്ക? ഇസഹാക്കിന്റെ ഭാര്യ. പാട്ടും പ്രാർത്ഥനയില്ലാത്ത വീട്ടിലല്ല, ഇസഹാക്കിന്റെ ഭാര്യ. 25. ഇനി അടുത്ത് കേൾക്കണോ? 30 റാഹേല്. ആരുടെ? യാക്കോബിന്റെ. ഇന്ന് രാത്രി എനിക്കറിയില്ല, എന്നോട് ദൈവാത്മ പറയുക, അടയ്ക്കാൻ ഒരു പിശാചുണ്ടെങ്കിൽ തുറക്കാൻ ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഒന്ന് നല്ലപോലെ ആരാധിക്കുന്ന ദൈവമക്കളെ, അടയ്ക്കാൻ ഈ സഭയ്ക്ക് ചിലത് തുറക്കാനുള്ള അധികാരം. ഇത് സംഭവിച്ചത് ഒരു മുച്ചീട്ട് കളിക്കാരൻ്റെ വീട്ടിലല്ല. ഇത് സംഭവിച്ചത് ഒരു കുലുക്കിക്കുത്തുകാരൻ്റെ വീട്ടിലല്ല. ഇത് സംഭവിച്ചത് ഒരു അധമന്റെ വീട്ടിലല്ല. മറിച്ച് യഹോവയാം ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ആരാധിക്കാൻ ഇറങ്ങിയ അബ്രഹാമിന്റെ കുടുംബത്തിലെ 3 ജനറേഷനിൽ ഒരേ പ്രോബ്ലങ്ങൾ. പക്ഷെ എനിക്കൊരു വിശ്വാസം, ഒരു ധൈര്യമുണ്ട്. പ്രോബ്ലം മാത്രമല്ല, പരിഹാരം ഉണ്ടായിരുന്നു. 3 പരിഹാരങ്ങൾ പറയാം, പെട്ടെന്ന് കേട്ടോണം. സാറായുടെ ഗർഭം പിശാച് അടച്ചു, ദൈവം ഗർഭം തുറന്നു. എങ്ങനെ? വാഗ്ദത്തം നിമിത്തം. റിബേക്കയുടെ ഗർഭം തുറന്നു, വാഗ്ദത്തം കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ട്. 3 റാഹേലിന്റെ ഗർഭം ദൈവം തുറന്നു, വാഗ്ദത്തം കൊണ്ടുമല്ല, പ്രാർത്ഥന കൊണ്ടുമല്ല. അവളുടെ നിന്ന ദൈവം കണ്ടെന്ന്. ഇന്ന് രാത്രി വാഗ്ദത്തം ഉള്ളവർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. 3 നിന്ദിക്കപ്പെടുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പൊ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ വീട്ടുകളിൽ പ്രോബ്ലം ഇല്ലേ? ഇല്ലേ? ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ വീടുകളിൽ പ്രോബ്ലം ഇല്ലേ? ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയതിന്റെ പ്രോബ്ലം മുഴുവൻ സല്യൂട്ട് അടിച്ചു പോവോ? നോ, അത് നമ്മളെ തപ്പിയിരിക്കുക. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം പരിഹാരം ഉണ്ടെന്നുള്ളതാണ്. കേട്ടില്ല. പരിഹാരമുണ്ട്. എനിക്കറിയില്ല. ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് എൻ്റെ തൊണ്ട വയ്യെന്നൊക്കെ ഉള്ളത് വേറൊരു കാര്യമാണ്. എന്നോട് ഈ ന്യൂകാസൽ ചർച്ചിനെ നോക്കി, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെയും നോക്കി കർത്താവ് പ്രവചിക്കാൻ പറയുന്നു, ഇന്നലെ വരെയുള്ള നിന്റെ വീട്ടിലെ പഴയ ഡേറ്റ ഇന്ന് ബ്രേക്ക് ആകാൻ പോകുകയാണ്. ഇന്നലെ വരെയുള്ള പഴയ ഡേറ്റ ഇന്ന് ബ്രേക്ക് ആകാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നു? അത് ദാരിദ്ര്യമാണോ? അത് ബ്രേക്ക് ആകും. അത് രോഗമാണോ? അത് ബ്രേക്ക് ആകും. അത് തകർച്ചയാണോ? അത് ബ്രേക്ക് ആകും. നാളെയല്ല, കൈ അടിക്കാമെങ്കിൽ അടിക്കുക, നല്ലപോലെ ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ആ ഡേറ്റ ആ പഴകിയ ഡേറ്റ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ആ പഴയത് എന്താണോ നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്. ഞാൻ ഇച്ചിരി ഗൗരവമുള്ള, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? അല്ല, ഉണ്ടേ ഉറങ്ങിക്കോളാൻ പറയാൻ. ഗൗരവമുള്ളൊരു കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്തോ, പക്ഷെ എടുക്കണമെന്നില്ല. കാനയിലെ കല്യാണ വീട്ടിലെ പ്രശ്നം ഒന്ന് തുടങ്ങിയേക്കാവോ ആരെങ്കിലും? 2-ാം പ്ലീസ്. നിങ്ങളെ അഡ്രസ്സ് ശ്രദ്ധിച്ചായിരുന്നു? എല്ലാവരും ഒന്ന് കേട്ടെ. 3-ാം നാളിൽ ഗലീലയിലെ കാനാവിൽ അതെന്തിനാ ഈ ഗലീലയിലെ കാനാവെന്ന് എടുത്തു പറയാൻ കാര്യം? ഇനി പ്രവചന പുസ്തകത്തിൽ വാക്യം വായിച്ചിട്ടുണ്ടോ? നീയോ ബേത്ലഹേം എഫ്രാത്തെ, ഓർക്കുന്നുണ്ടോ? നീയോ എഫ്രാത്തെ എന്ന് വിളിച്ചോ? ഇല്ല. പിന്നെ
എന്തുകൊണ്ടാ? എഫ്രാത്ത 2 ഉണ്ട്. നിങ്ങൾ കേട്ടില്ല? എഫ്രാത്ത 2 ഉള്ളതുകൊണ്ട് ID മാറിപ്പോകാതിരിക്കാനാ ബേത്ലഹേം എഫ്രാത്തേ. മനസ്സിലായോ? ചില ആളുകളെ കർത്താവ് വിളിച്ചപ്പോൾ അപ്പന്റെ പേരും കൂടെ കൂട്ടി വിളിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? 2 പേര് എഴുന്നേറ്റ് വരരുത് അതിന് വേണ്ടിയിട്ട്. ഇതുപോലെ ഭയങ്കര ക്ലാരിറ്റിയാണ് ദൈവത്തിന്റെ ദൂതുകൾക്ക്. ഇവിടെ കാനയിലെ കല്യാണം, ഇവിടെ യോഹന്നാൻ ആ സുവിശേഷം എഴുതിയ മനുഷ്യന് അവാർഡ് കൊടുക്കണം. കാനാവ് 2 ഉണ്ട്. കാനാവ് 2 ഉണ്ട്. ഒന്ന് ആശേരിന് ഉൾപ്പെട്ട കാനാവുണ്ട്, 2 എഫ്രൈമിന്റെ കാനാവുണ്ട്. 2 കാനാവ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആരോട് പറയാം? 6 മണിയൊന്നും ആയിരുന്ന എല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് വീട്ടിൽ പോകാൻ ഓർത്തിരിക്കുന്നവരോട് ഞാൻ പറയുക, കാനാവ് 2 ഉണ്ടെന്ന്. അയ്യോ കഷ്ടം. കാനാവ് 2 ഉണ്ട്. ഒന്ന് ആശേരിന്റെ കാനാവുണ്ട്, പറ. 2 എഫ്രൈമിന് ഉൾപ്പെട്ട കാനാവുണ്ട്. ഇനി ഈ കല്യാണം നടക്കുന്നത് ആശേരിന് ഉൾപ്പെട്ട കാനാവിലാണ്. ഇനി ആമേ 12 മക്കളോട് അവന് മനസ്സിലായി ഞാൻ വേർക്കുമെന്ന്. ഒരപ്പൻ മരിക്കാൻ കിടക്കുകയാണ്. 49-ാം അധ്യായം. യാക്കോബ് മരിക്കാൻ കിടക്കുമ്പോൾ തൻ്റെ 12 മക്കളെ അടുത്ത് വിളിച്ചേച്ച് 12 മക്കളോടും അപ്പൻ ദൂത് പറയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആളുകളൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ മക്കളുടെ പേര് പോലും ഓർമ്മ കാണുകയില്ല. $2300 കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അപ്പനെ കാണാൻ വേണ്ടി വന്നിട്ട് മകൻ അപ്പനോട് ചോദിക്കുക, എന്നെ ഓർമ്മയുണ്ടോ പപ്പ? നീ ഏതാന്നാ ചോദിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുക. യാക്കോബിന്റെ റേഞ്ച് എന്നാന്ന് ആലോചിച്ച് നോക്കിയേ. മരിക്കാൻ കിടക്കുക, 12 മക്കളെ അടുത്ത് വിളിച്ച്, രൂപേനേ നീ എന്റെ ആദ്യജാതൻ, നീ എന്റെ ബലത്തിന്റെ വൈശിഷ്ട്യം, നീ എന്റെ ശക്തിയുടെ ശ്രേഷ്ഠത, വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ഒരു കാലത്തും ഗുണം വരികയില്ല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ വാക്യം അങ്ങനെയാ, നീ ശ്രേഷ്ഠനാകുകയില്ലെന്നാ. ഇവിടെ ഉണ്ടല്ലോ, അതാണ് നടക്കുന്നത്. ബാക്കി വിട്ടേര് മക്കളെ, അത് മൊത്തം കാണിക്കണ്ട, എല്ലാം പ്രശ്നമാ. വിട്ടേര്. നമ്മുടെ അവളാണല്ലേ. ഹല്ലേലൂയ. റൈറ്റ്. അടുത്തത് രൂബൻ. ശിമയോന്റെ ലേവിയുടെയും വാളുകൾ സാഹസത്തിന്റെ വാളുകളാകുന്നു. എൻ മനമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, അവരുടെ യോഗത്തിൽ നീ ചേരരുത്. കണ്ടോ? യഹൂദ ബാലസിംഹം മകനെ ഇടപിടിച്ച് കരുത്. അവകാശമുള്ളവൻ വരുമ്പോൾ രാജധൻ അവന്റെ കാലുകളുടെ നടുവിൽ നീങ്ങിപ്പോകത്തില്ല. സഖാർ അസ്ഥിബലമുള്ള കരുത് അവൻ ഊഴിയത്തിന് ദാസനായി തീർന്നു. അങ്ങനെ താഴോട്ട് വരികയാ. യോസഫിനോട് പറഞ്ഞു, ഫലപ്രദമായ ഒരു വൃക്ഷം, അവന്റെ കൊമ്പ് മതിൽമേ പടർന്നിരിക്കുന്ന വില്ലാളുകൾ ഇത് അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലവന്റെ ഭുജത്താൽ ബലപ്പെട്ടു, ബെന്യാമീൻ കടിച്ചു കയറി. ഈ കൂട്ടത്തിൽ ആശേറിനെ കുറിച്ചുള്ളൊരു പ്രവചനം കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നു? ആശേറിനെ കുറിച്ചൊരു പ്രവചനം. വാക്യം എത്രയാന്ന് ഞാൻ പറയണായിരിക്കും, മനസ്സില്ല. വായിച്ച്. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. ഇനി എന്നെ ശ്രദ്ധിച്ച്, ആശേറിന്റെ കുടുംബത്തോട് കിടക്കുന്ന ദൂതൻ എന്നറിയാമോ? അവൻ കഴിച്ച പുഷ്ടിയുള്ളതേ കഴിക്കുകയുള്ളൂ, കൊടുത്ത രാജകീയമായതേ കൊടുക്കത്തുള്ളൂ. ഒന്നുകൂടെ പറയട്ടെ, നീ കഴിച്ച ഗ്യാസ് കയറുന്ന സാധനം വീട്ടിൽ വരുന്ന അതിഥികൾക്ക് കൊടുക്കരുത്. അവര് പോകുന്ന വഴി ഗ്യാസ് കയറി മുടിഞ്ഞോട്ടെന്ന് വിചാരിക്കരുത്. എനിക്ക് ഒരു ഭക്ഷണം അഴുക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയതെല്ലാം നല്ലതാ. ഞാൻ ആ ദൂതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞതാ. ഉള്ള കഞ്ഞിക്കകത്ത് പാറ്റാവാരിടരുത്, ഞാൻ പറഞ്ഞേക്കാം. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ആശേറിന്റെ പ്രത്യേകത എന്നറിയോ? നമ്മളെപ്പോലെ ആശേര് മുന്നാഴി അരിയുടെ ചോറുണ്ണുകയില്ല. ഒരു 8 ബദാമും ഒരു 10 അതുമൊക്കെ തിന്നും, ഇത്രേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഈ 3 കിലോ ചോറുണ്ണുന്നതിനേക്കാൾ എഫേർട്ടാണ്, നന്മയാണ് ആ സാധനത്തിന്. അളവിലല്ല, നല്ല പുഷ്ടിയുള്ളത് കഴിക്കും. ഇനി ആർക്കെങ്കിലും കൊടുത്താലോ? ബാക്കി പറ. ഇനി നിങ്ങൾ എന്നെ കേട്ടോണേ. ഈ ദൂത് ഉള്ള വീട്ടിലെ കൊച്ചിന്റെ കല്യാണത്തിനാണ് വീഞ്ഞ് തീർന്നു പോയത്. നിങ്ങൾ കേട്ടില്ല? അപ്പന്മാരോട് കിടക്കുന്ന ദൂതന്നാ, നിങ്ങൾ നല്ലത് കഴിക്കും, മേത്തരമായത് കൊടുക്കും എന്നുള്ള. ഈ ദൂതുള്ള വീട്ടിലാണ് ഇപ്പൊ ആഹാരം വിളമ്പാൻ ഇല്ലാത്തത്. ഞാൻ ദൈവമക്കളോട് പറയാം, പിശാച് എത്ര ശക്തിയോടെ പോരാടിയാലും വാഗ്ദത്തം ഉള്ളവന്റെ മുറ്റത്ത് യേശു വരും. ആ കയ്യൊന്ന് ഉയർത്തി. മൈ ഗാഡ്, ഇത് എനിക്കറിയില്ല പ്രിയരെ, ചില കുടുംബങ്ങൾ നാളുകളായിട്ട് വാഗ്ദത്തം കേട്ടിട്ടും ഇന്നും കടന്ന് ഞരങ്ങുന്നുണ്ടെങ്കിൽ ആ ഞരക്ക് ഓഗസ്റ്റിലോട്ട് കേറാൻ എന്റെ തമ്പുരാൻ അനുവദിക്ക.
ഇല്ല ഇല്ല. ആമേ കൈയൊന്ന് അടിച്ച് അന്യഭാഷ പറയാമെങ്കിൽ എമർജൻസി ലാൻഡിങ് പോലെ ചില ദൈവിക ഇടപെടലുകൾ എമർജൻസി ലാൻഡിങ് പോലെ എനിക്കറിയില്ല, ഭയങ്കര ദൈവമഹത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കൃപയുള്ളവരെന്ന് ആരാധിച്ചു. നീ കേട്ട വാഗ്ദത്തത്തെ ശരിയാക്കാൻ എന്റെ തമ്പുരാൻ നിന്റെ മുറ്റത്ത് ഇന്ന് വൈകുന്നേരം ഇറങ്ങാൻ പോകയാ. Oh my God, my God, my God. ശകല മസകറ ബഖതന റംതര. നിങ്ങൾ ഈ യോഗത്തിൽ വൃത്തിയായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ഉണ്ടാവും. ഈ യോഗത്തിന് 6 മണി തയ്ക്കാൻ ഇരുന്നാൽ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, പക്ഷെ വൃത്തിയായിട്ടിരുന്നാൽ നിങ്ങൾക്കൊരു വലിയ ഡെലിവറൻസ് ഉണ്ടാകും. സംതിങ് സ്വർഗ്ഗം എന്തിനോ അരമുറുക്കുന്നത് എനിക്ക് കാണാം. ആമേ പാന്റും ഷർട്ടും ഇട്ടാൽ യാത്ര പോകാൻ ഇതുപോലെ സ്വർഗത്തിൽ ഒരുക്കം നടക്കുന്നു. ആമേ ചില നാളുകളായി വെളിപ്പെടാത്ത ചില വാഗ്ദത്തങ്ങളെ പോക്കാൻ എനിക്ക് ന്യൂകാസിൽ ചർച്ചിനോട് സത്യത്തിൽ ഞാൻ ഓർക്കരുത്. എനിക്ക് ആമേ ഒരു 10 മിനിറ്റ് വർത്താനം പോലും ഒരു മനുഷ്യനോട് പറയാനുള്ള നേരം കിട്ടിയിട്ടില്ല. എനിക്ക് ഈ ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചർച്ചിനെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് ഒരു ആവർത്തിച്ച് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആമേ ഇത് വാഗ്ദത്തത്തിന്റെ നാളുകൾ കയറി വരാൻ പോകയാ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് നാളുകൾ കേറി വരാൻ പോകയാ. എത്ര പേരാ കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ഇനി പറയുന്ന വാക്ക് ദൈവമക്കൾ, ഞാനൊരു ചർച്ചിന്റെ പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ വിദ്വാൻമാര് രാജകൊട്ടാരത്തിൽ കയറിച്ച് രാജാവിനോട് ചോദിച്ചു, പറഞ്ഞേ രാജാവിനോട് ചോദിച്ചു, രാജാവായി പിറന്നവൻ എവിടെ? അന്നേരം കൊട്ടാരത്തിൽ നിന്ന് മറുപടി പറഞ്ഞു, ഈയിടെ ഇവിടെ ആരും പ്രസവിച്ചിട്ടില്ല. എന്താ ഇവർക്ക് പറ്റിയെന്നറിയോ? ഈ നക്ഷത്രത്തെ നോക്കി വന്നേച്ച് രാജകൊട്ടാരം എന്നുള്ള ബോർഡ് കണ്ടപ്പോ ബുദ്ധിയിൽ ആശ്രയിച്ചു. ദൈവത്തെ ആശ്രയിക്കുന്നവൻ ചാകുന്നത് വരെ ദൈവത്തെ ആശ്രയിക്കണം. ഇടയ്ക്ക് ബുദ്ധി കയറിയാൽ ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇടും. അവിടെ ചെന്ന് കയറിയേച്ച് രാജാവായി പിറന്നവൻ ഇവിടെ, നക്ഷത്രത്തിൽ നിന്ന് കണ്ടേച്ചു വരിക എന്ന് പറഞ്ഞു. രാജാവായി പിറന്നവൻ ഇവിടെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോണ്ട്, ഹെരോദാവ് ഒരു മുഖംമൂടി ഇടുന്നുണ്ട്. എന്നാ മുഖംമൂടി എന്നറിയോ ബ്രദറെ? നിങ്ങൾ ചർച്ചിൽ പോയിട്ട് എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരണേ. ഇതാരോട് പറയാൻ? ഞാൻ അവിടെ ചെന്ന് ഓരോരുത്തരോട് പറഞ്ഞേച്ച് വരാവേ. അല്ല പിന്നെ എന്നാ ചെയ്യുന്നു? മിണ്ടാതെ മെഴുകുപ്രതി പോലെ ഇരുന്നാൽ പിന്നെ എന്നാ ചെയ്യുന്നു? നിങ്ങളവിടെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പറയടോ ലൊക്കേഷൻ. എടി എന്നെ സ്നേഹത്തോടെ നോക്കടി, ദേഷ്യം വിട്ട് നോക്കാൻ ഞാൻ ആ ദൂതും കൂടെ മറന്നു പോകും. അവിടെ ചെന്നേച്ച് ലൊക്കേഷൻ അയച്ചതാ, എനിക്കും കൂടെ അവിടെ യോഗത്തിന് വരാനാ. വിദ്വാൻമാർ ലൊക്കേഷൻ അയച്ചോ? അപ്പൊ അതിൻ്റെ അർത്ഥം എന്നാന്നറിയോ? എല്ലാവർക്കും യേശു ഉള്ളിടത്തോട്ടുള്ള വഴി ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റുകയില്ല. പറഞ്ഞ മനസ്സിലായില്ല? ഈ ചില ആളുകൾ, നിങ്ങളുടെ ചർച്ച എവിടെയാ? ഞങ്ങളുടെ ചർച്ച ന്യൂകാസില്. ആരാ പാസ്റ്റർ? ഇന്നയാളാ പാസ്റ്റർ. എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നു ബ്രദറേ, ഞങ്ങൾ കൂടുന്ന സഭയിലെ പാസ്റ്ററെ ഒന്നിനും കൊള്ളുകയില്ല. ഞങ്ങൾ കൂടുന്ന അവിടെ ഭയങ്കര, ഈ പറയുന്നവൻ നാളെ ഇവിടെ വന്നാൽ ഇവിടുത്തെ പാസ്റ്ററെ കുറിച്ചും പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അതുകൊണ്ട് നിങ്ങളുടെ ദൈവമേ സ്തോത്രം. എനിക്കും കൂടെ അങ്ങോട്ട് ഞാൻ ദൈവമക്കളുടെ സ്നേഹത്തോടെ കാല് പിടിച്ച് പറയാം, എല്ലാ ഹേരോദാവുമാർക്കും GPS ഇട്ട് കൊടുക്കരുത്. നമുക്കൊരിക്കലും നമുക്കവരെ റീഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ അവൻ വരുന്നത് ആരാധിക്കാനാണോ? സത്യം പറ. എൻ്റെ ദൈവം, നിങ്ങൾ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താതെ കാര്യം പറഞ്ഞോട്ട്. ഹേരോദാവ് ചർച്ച വരുന്നത് ആരാധിക്കാനാണോ? പിന്നെ അത് കുട്ടിച്ചോറാക്കാൻ. അതാ നല്ല മലയാളം. കുട്ടിച്ചോറിന് ഇംഗ്ലീഷ് എന്നാ? എന്തിനാ UK ജീവിക്കുന്നത്? ഡിസ്ട്രോയ് അല്ലേ? നിങ്ങളുടെ വെളിപ്പാടിനനുസരിച്ച് എന്നെങ്കിലും പറ. ഹേരോദാവ് ചർച്ചയിൽ വരുന്നത് ആരാധിക്കാനാണോ? സ്വത്രാച്ചിടാനാണോ? ഗുണം പിടിപ്പിക്കാനാണോ? മുഴുവൻ മുടിച്ച് മൂച്ചോർ തക്കാളിത്തോട്ടം വീട്ടിൽ. അപ്പൊ എല്ലാവർക്കും GPS ഇടുന്നതല്ല ചർച്ച. ഞാൻ എന്നെ വർത്താനൊക്കെ പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
അയ്യോ കർത്താവിൻ്റെ നാക്കെ കയറിയിരിക്കുക. കാര്യം ഇതൊരു പവിത്രമാ. ആ കുറുക്കനോട് പോയി പറ, ഞാനിവിടെ ഉണ്ടെന്ന് പറ, ഇങ്ങോട്ട് ഓടാ. ഈ സഭയ്ക്കൊരു ഭയങ്കര ദൗത്യമാണ്. ഇറ്റ്സ് എ മിഷണറി ചർച്ച്. ഇതൊരു മിഷണറി ചർച്ചാണ്. നല്ലപോലെ ഒന്ന് കൈയടിച്ചു നാമയം പറഞ്ഞത്. ഇറ്റ്സ് എ മിഷണറി ചർച്ച്. ഇതൊരു മിഷണറി ചർച്ചാണ്. 100 കണക്കിന് പാസ്റ്റേഴ്സ് ഈ ചർച്ചിനകത്തുനിന്ന് എഴുന്നേക്കാൻ പോകുക. 100 കണക്കിന്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വടക്കേന്ത്യയിലെ ചില ഗ്രാമങ്ങൾ ഈ സഭ ദത്തെടുക്കും. ആമേൻ. വടക്കേന്ത്യയിലെ ചില ഗ്രാമങ്ങൾ ഈ സഭ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇവിടുന്ന് പിന്നെ 1000 രൂപ 1000 പൗണ്ട്. ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വടക്കേന്ത്യ വേലയാണ്, നിങ്ങൾ നല്ല മനസ്സോടെ എടുക്കണം കേട്ടോ. ഞാൻ കുറേ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പറയാം, 1000 ഞങ്ങളിവിടെ കർത്താവിൻ്റെ വേല ചെയ്യുക, അതുകൊണ്ട് ഞങ്ങൾക്കൊരു 1000 പൗണ്ട് അയച്ചു തരാമെങ്കിൽ ഞങ്ങൾ 15 പാസ്റ്റർമാരെ സഹായിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. വിയർപ്പ് ചുവയ്ക്കുന്ന പണമാ സ്തോത്ര കാഴ്ച. അത് തോന്നിയവാസം കളയരുത്. നിങ്ങൾ ഇവിടുന്ന് അവിടെ പോണം. അവിടെ പോയിട്ട് വിശ്വസ്തരായവരെ ഭരമേൽപ്പിക്കണം. എനിക്ക് ലോകത്തിലെ ഏറ്റവും പേടിയുള്ളത് സ്തോത്രാഴ്ച ഉപയോഗിക്കാനാ. കാര്യം എന്നറിയോ? വൈകുന്നേരം വരെ കാല് വയ്യാത്ത ചേച്ചിയും മുട്ടുവയ്യാത്ത ചേട്ടനും 10ഉം 15ഉം മണിക്കൂർ നിന്നേച്ചാണ് ആ പൈസ ചുരുട്ടി പിടിച്ചോണ്ട് ആലയത്തിൽ വരുന്നത്. ആ പണത്തിന് അതിന്റെ പവറുണ്ട്. 1 രൂപ പോലും വെറുതെ പോകരുത്. ഒരാമയും പറഞ്ഞാട്ട ദൈവമക്കൾ, ഈ സഭയ്ക്ക് ദൗത്യമുണ്ട്. ആമേ, ആഫ്രിക്കയിൽ നിങ്ങൾ പോകണം, വടക്കേന്ത്യയിൽ നിങ്ങൾ പോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു 10 ദിവസം ലീവ് എടുത്തേച്ച് കയറ്റി അങ്ങോട്ട് വിടണം. റോണച്ചായനെ നമ്മുടെ ബിനുവിനെ കൂടെ അങ്ങ് വിടണം. ബിനു അല്ലേ? വിടണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിനുവിൻ്റെ മുഖം വല്ലാതെ. ബിനുവൊക്കെ ഭയങ്കര ഉപദേശിയാണ്, നല്ലതായിട്ട് വചനം അറിയാം അല്ലേ? പിന്നല്ലാതെ കയറ്റി വിടണം. 2 എണ്ണത്തിനും കൂടെ കയറ്റി വിട്ടേച്ച് കയ്യിലൊരു മൊബൈൽ വെച്ച് അവിടെ ചെന്ന് വേല ചെയ്ത് ഗ്രാമങ്ങളിൽ കൂടെ മുണ്ടും പാൻറ്റും മടക്കി വെച്ച് ചെളിക്കകത്തൂടൊക്കെ നടന്നേച്ച് ഫോട്ടോ എടുത്ത് ഇവിടെ കൊണ്ട് കാണിക്കാൻ പറയണം. പിന്നെ റോണച്ചാനൊക്കെ പ്രസംഗിച്ചൊരു പരുവാകും. റോണച്ചാൻ്റെ ബൈബിൾ ടീച്ചിങ്ങും എല്ലാം അവിടെ നടക്കുമോ? അതുങ്ങൾ യേശു ആരാന്ന് വെച്ചാൽ അങ്ങനെ ആൾ ഇവിടെ വാടകയ്ക്ക് വന്നിട്ടില്ലെന്ന് പറയുന്ന വാർത്തകൾ അവര്. ചിരിക്കണ്ട. അവർ പോയിച്ച് വന്നു കഴിയുമ്പം നമ്മുടെ ഗുജറാത്തിലോട്ട് സ്റ്റീഫൻ അച്ചായനെയും വേറൊരു അച്ചായനെയും കൂടെ വിടണം. എന്തായി തീരും ദൈവത്തിനറിയാം. പോയി അവിടെ പോയി തകർക്കണം, പോയിച്ച് വരണം. 2 സഹോദരിമാരാ കൂടെ പോണം. മിണ്ടുന്നില്ലല്ലോ. നമ്മൾ ആക്റ്റീവ് ആകെങ്കിൽ പകുതി നമ്മുടെ തലവേദന മാറിക്കിട്ടും. ഈ ഞങ്ങൾ നാട്ടുമ്പുറത്ത് പറയും, ഈ ഉഴപ്പുന്നവനെ റെഫറി ആക്കണം, അന്നേരം പിന്നെ അവൻ ഉഴപ്പുകയില്ല. പണ്ട് ഞാൻ പി എം ഫിലിപ്പ് സാറിൻ്റെ ബൈബിൾ കോളേജിൽ അദ്ദേഹം 95 വചനം പഠിക്കുന്നത്. പി എം ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇല്ലല്ലേ? ഒരു അതികായനായ ദൈവമനുഷ്യനാണ്. അപ്പോൾ ആ അപ്പച്ചൻ്റെ ബൈബിൾ കോളേജിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. അപ്പം ഞാൻ അപ്പച്ചൻ്റെ റൂമിലാണ്. അപ്പോൾ എന്നെ അടുത്ത് വിളിച്ചേച്ച് എൻ്റെ മുതുകത്തിട്ടൊക്കെ ഇങ്ങനെ തൂത്തേച്ച് പറയും, എടാ ഇവിടെ 22 പിള്ളേരുണ്ട്, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നീ എന്നോട് വന്നത് പറയണം കേട്ടോ. ഞാൻ നിന്നെ ഇവിടുത്തെ ലീഡറാക്കി വെച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം, നിന്നെ ഞാൻ ലീഡറാക്കിയാൽ നീ ഞാനും മാത്രമേ അറിയാവുള്ളൂ. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് 22 പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞവനെയാണ് വാരിത്തറയിൽ അലക്കിയത്. മനസ്സിലായോ? ഈ ചർച്ച് നിങ്ങളൊന്ന് പറഞ്ഞ്, ഈ ചർച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണേ. ഈ ചർച്ച് ഇതൊരു മിഷണറി ചർച്ചാണ്. നിങ്ങൾ ദൗത്യത്തിലേക്ക് തിരിഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. ആർക്കും തമ്മിൽ പിണക്കങ്ങളില്ല, ഇണക്കങ്ങൾ. ദൗത്യത്തിലേക്ക് തിരി, അവനൊരു ജോലിയിലേക്ക് തിരി. പിള്ളേർ 2 പേരും 2 മുറിക്കകത്ത് പഠിക്കാനിരുന്ന അടിയുണ്ടാവും. ഇതിന് 2നും കൂടെ ഒരിടത്തിരുത്തേച്ച് പോകലേ ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അവരുടെ ദൗത്യങ്ങളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യുക. ഒരാളോട് പറ, നാളെ ഒരാളോട് പറയും, നാളെ നീ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കണം. അന്ന് വീട്ടിൽ ചെന്ന് ഇവന് കുശുമ്പ് പറയാൻ പറ്റില്ല. കാര്യം എന്നറിയോ? നാളെ പ്രസംഗിക്കണം. എഴുന്നേരുന്ന ബെബ്ബ വെക്കും. അതിന് അന്ന് അവൻ്റെ കുശുമ്പ് മുഴുവൻ അലമാരിക്കകത്ത് വെച്ചിരുന്ന് ഗ്ലോറി 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 ഗ്ലോറി. എൻ്റെ കാര്യം നാളെ എന്ത് പറയണം? പറ, വചനം പറയണം. പിന്നെ അല്ലാതെ ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കേണ്ട ഞാനിങ്ങനെ തലമുടിയും പിച്ചി പറിച്ച് ദൂതും ആലോചിച്ച് നടക്കുമ്പോൾ സ്റ്റീഫൻ അച്ചാൻ അപ്പരക്കത്തോടെ വെറുതെ നടക്കുന്ന ഞാൻ കണ്ടു.
വെറുതെ ചുമ്മാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന ഞാൻ കണ്ടു, അനങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് പിന്നെ വേറെ കുറെ ടെൻഷൻ ഉണ്ട്. ഇന്ന് യോഗം തീരാൻ പോകുന്നതിന് മുടിയൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെ അവരുടെ ദൗത്യങ്ങളിലേക്ക് വേണ്ടേ. 3-4 ദിവസമായിട്ട് ഇവർക്കൊന്നും കുഴപ്പമില്ല. നമ്മുടെ സിറിയക്ക് എത്തിപ്പോയോ? അവനൊരു 4-5 ദിവസമായിട്ട് ഭാര്യയുടെ പേര് പോലും ഓർമ്മയില്ലാതെ നടക്കുക. കാര്യം എന്നാ, പാട്ട് പാടണ്ടേ? വേണ്ട ഒരുത്തം നടക്കുന്ന അവൻ്റെ ഒരു കഷ്ടപ്പാട് നിങ്ങളൊന്ന് ആലോചിച്ച്. ഏത് ബട്ടനെ പിടിച്ച് തിരിക്കണമെന്നറിയാതെ അവൻ കടന്ന് പെടുന്ന പാട് കണ്ടില്ലേ? കൊയ്ത്തുമതിയും കഴിഞ്ഞ പോലെയാ പാവം ഇരിക്കുന്നത്. നീ വന്നല്ലോ, ഏത് പാട്ട് പാടണം എന്ന് വെപ്രോളം പിടിച്ച് നടക്കുന്ന ആ നടപ്പ് സ്തോത്രമാണ്. ഓരോരുത്തരെ അവരവരുടെ ദൗത്യങ്ങളിലേക്ക് തിരിക്കാമെങ്കിലുണ്ടല്ലോ ആളുകൾ ആക്റ്റീവാകും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. നിങ്ങൾ സന്തോഷമായിട്ടാണോ എന്നെ കേൾക്കുന്നത്? എന്തിനാ പ്രിയരെ ദൈവം നമ്മളെ വിളിച്ചത്? 9 കരി തീർക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ജനിച്ചത്? അല്ലല്ലോ. നമുക്കൊരു ദൗത്യം ഉണ്ടെന്നേ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. മൈ ഗാഡ്, മൈ ഗാഡ്, റിയലി ഞാൻ ഈ യോഗത്തെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. കാര്യം ഈസ് ദ ടൈം ഓഫ് ഗാഡ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ആമേൻ, ആമേൻ. ഇന്നലെ വരെയുള്ള സകല ഡേറ്റകളും ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ഹോളി സ്പിരിറ്റ് അവിടെ നിറയാൻ പോവുക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞ ദൂതിൻ്റെ ആഴം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, എല്ലാവരും എന്നെ കേൾക്കണേ. മാൻ നീർത്തോടിലേക്ക് ദൈവമേ. നിർത്താൻ പോവാണ്. എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? സത്യത്തിൽ മാൻ നീർത്തോട്ടിലേക്ക് പോകുന്നു. എന്തിനാ മാൻ നീർത്തോട്ടിൽ പോകുന്നത്? കേട്ടോണേ, 2 കാരണങ്ങൾ. ഒന്ന് ദാഹം, ഒന്ന് ദാഹം. എനിക്ക് അറിയില്ല, ഈ സിംഹവും പുലിയും കരടിയൊക്കെ ഉള്ള കാട്ടിൽ തന്നെ ഈ മാനിനെ ദൈവം സൃഷ്ടിച്ചത്. ഇന്ന് വരെ ഒരു മാൻ എവിടെയെങ്കിലും കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടോ? കാട്ടിൽ സിംഹമുള്ളതുകൊണ്ട് എന്നെ നാട്ടിലോട്ട് വിളിക്കണമെന്ന്. മാൻ ജീവനുണ്ടേ നാട്ടിലോട്ട് വരികയില്ല. കാര്യം സിംഹത്തിനെ കണ്ടാൽ മാൻ അറിയാതെ പിടിക്കാൻ വരുവാന്ന്. പക്ഷെ നാട്ടിലെ അവന്മാർ വന്ന പിടിക്കാൻ വരുവാന്ന് അറിയത്തില്ല, അറിയാതെ വന്ന് പിടിച്ചു കളയും. ഈ മാൻ ദാഹം കൊണ്ട് തോട്ടിലോട്ട് പോയി. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഈ ഡിസ്കവറി ചാനലോ ഈ ആനിമൽ ചാനലോ നോക്കിയാൽ ഈ മാനൊരു സ്വഭാവമുണ്ട്. കുറച്ച് നേരം, മക്കൾ കേൾക്കുന്നുണ്ടോ? കുറച്ച് നേരം നിന്ന് തിന്നേച്ച് ഇത് വെള്ളത്തിൽ കൂടെ ചാടി അക്കരയ്ക്ക് നീന്തും. എന്നിട്ട് വെള്ളത്തിൽ കൂടെ തന്നെ കുറേ നേരം നടക്കും. പിന്നെ കരയ്ക്ക് കയറി പുല്ല് തിന്നും. പാസ്റ്റർ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ മാനിനോട് ചോദിക്കണം, നീ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിൽ ചാടുന്നത്? മാൻ നമ്മളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ദൈവം ചെയ്തിരിക്കുന്ന സിസ്റ്റം കേട്ടോണം. സുഭാഷേ, പുറകോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ മേലെങ്കിലും ഞാൻ ഈ നടന്നു വരുന്ന വഴിക്ക് എൻ്റെ ശരീരം ഇങ്ങനെ പുല്ലേ മുട്ടുന്നുണ്ട്, ഇലയെ തട്ടുന്നുണ്ട്. ഈ മുട്ടുന്ന പുല്ലേലും തട്ടുന്ന ഇലയിലും എല്ലാം എൻ്റെ മണം ഇരിപ്പുണ്ട്. എനിക്ക് കാണാൻ മേലെങ്കിലും കാണാമറയത്തുനിന്ന് ഈ മണം പിടിച്ച് ചില അവന്മാർ വരുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? വല്യപ്പച്ചന് ക്യാൻസർ വരുത്തിയൊരു സാധനം, വെല്ലുമ്മയ്ക്ക് മെനഞ്ചൈറ്റിസ് വരുത്തിയൊരു സാധനം, അൽഷിമസ് വരുത്തിയൊരു സാധനം, അവിടുന്ന് മണം പിടിച്ച് എന്ത് ചെയ്തു? എനിക്ക് കാണാവോ? പറയുന്നു. മണം പിടിച്ച് വരുന്നുണ്ട്. അവൻ മണം പിടിച്ച് കൃത്യം എൻ്റെ റൂട്ടിലാണ് വരുന്നത്. പക്ഷേ എവിടെ വെച്ചാണോ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നത് അവിടെ വെച്ച് അവൻ്റെ മണം കട്ടാവും. മനസ്സിലായോ? എപ്പോഴാണോ ഞാൻ ആത്മാവിലേക്ക് ഇറങ്ങുന്നത് അവിടെ വെച്ച് ഈ ഒരു വ്യാപാരത്തിന് എൻ്റെ പുറകെ വരാൻ പറ്റുകയില്ല. ആ കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ആരാധന. ഇന്ന് പകൽ ഒരൊറ്റ ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. എന്നോട് കർത്താവ് പറഞ്ഞു വിട്ടൊരൊറ്റ കാര്യമുള്ളൂ. ആ ഡേറ്റ ഇനി നിന്റെ വീട്ടിൽ വർക്ക് ചെയ്യല. ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എൻ്റെ ദൈവമക്കൾ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മനഃപൂർവ്വം ഒന്ന് തരണം. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ടൊന്ന് ആലോചിച്ച് നിങ്ങളുടെ വീടുകളിൽ ഓപ്പറേറ്റ് ചെയ്ത ആ വ്യാപാരങ്ങൾ കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ. പ്രാർത്ഥിച്ചേ കുഴപ്പാതെ. എന്നെ വഹിക്കും തള്ളിക്കളയാതെ
മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. എന്നെ നോക്കാവോ? നിങ്ങൾ കുടുംബമായിട്ട് വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? കൈയൊന്ന് കാണിച്ച്. കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും മക്കളും. ദയവായിട്ട് പ്ലീസ് കുടുംബങ്ങൾ മാത്രം ഒന്ന് കൈകോർത്തേ. ഭാര്യ നിൽക്കുന്നിടത്തോട്ട് ഭർത്താവോ, ഭർത്താവ് നിൽക്കുന്നിടത്തോട്ട് ഭാര്യയോ പോക്കെ വേഗം. ഓ ഹൃത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ നിങ്ങൾ തന്നെ കൈവെക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ കൈകോർക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കണം. എനിക്കറിയില്ല, ഇതൊരു വലിയ ദൈവപ്രവർത്തിയുടെ ടൈമാണ്. ഇരിക്കും മക്കളെ എവിടെയെങ്കിലും. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഇതൊരു ഭയങ്കര ദൈവപ്രവർത്തിയുടെ ടൈമാണ്. ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ദൈവപ്രവർത്തികൾ, ഇന്ന് വരെ നിങ്ങൾ അറിയാത്ത ദൈവമഹത്വങ്ങൾ. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേ. ഇന്നലെ വരെ നിങ്ങളുടെ കുടുംബത്തിൽ വർക്ക് ചെയ്ത ഒരു ഡേറ്റായും ഇനി നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യത്തില്ല. ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ചലിച്ച ഒരു നെഗറ്റീവ് സാധനങ്ങളും ഇനി ചലിക്കുകയല്ല. പ്രാർത്ഥിച്ചേ മക്കളെ, പ്രാർത്ഥിച്ചേ. എല്ലാ കാരണ സറ്റല റതിയ ഇനി അത് നിങ്ങളുടെ വീട്ടിൽ ഓപ്പറേറ്റ് ചെയ്യല. സോറി ഷാറാബക്കസ്. പ്രാർത്ഥിച്ചേ. ഇനി അത് നിങ്ങളുടെ വീട്ടിൽ ഓപ്പറേറ്റ് ചെയ്യല. പ്രാർത്ഥിച്ചേ. ഇനി ഓപ്പറേറ്റ് ചെയ്യല. ഇനി നിങ്ങളുടെ വീട് വേറൊരു ലെവലിലോട്ടാണ്. നിങ്ങൾ വേറൊരു മേഖലയിലേക്കാണ്. ആ നെഗറ്റീവ് സാധനങ്ങളൊന്നും ഇനി വർക്ക് ചെയ്യത്തില്ല. എൻ്റെ മമ്മി ഇനി അതൊന്നും വർക്ക് ചെയ്യത്തില്ല. അങ്കിളെ ഇനി അത് വർക്ക് ചെയ്യത്തില്ല. നിങ്ങളുടെ വീടും നിങ്ങളുടെ മിനിസ്ട്രിയും വേറൊരു ലെവലിലോട്ട് പോവുക. ഇനി അതൊന്നും വർക്ക് ചെയ്യല. നീ ദുരന്തങ്ങളെ പേടിക്കണ്ട, നിരാശകളെ ഭയപ്പെടേണ്ട. ആ ഡേറ്റകളെല്ലാം ഇന്ന് ബ്രേക്ക് ആകുക. എനിക്കറിയില്ല, ഞാൻ ഈ ഹോളിനകത്ത് നദി ഒഴുകുന്നത് പോലെ അഭിഷേകം കാണുകയാ. പ്രാർത്ഥിച്ചേ. ഇനി അതൊന്നും നിങ്ങളുടെ വീടിനകത്ത് വരികയില്ല. ആമേൻ. നിങ്ങൾ ആത്മാവി എനിക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ വിഷയമാണ്. Come on, take. പ്രാർത്ഥിച്ചേ മക്കളെ, പ്രാർത്ഥിച്ചേ. ഇനി ആ ഗതികേടുകളൊന്നും നിങ്ങളുടെ വീടുകളിൽ ആവർത്തിക്കത്തില്ല. ഇനി ആ പ്രതിസന്ധികൾ നിങ്ങളുടെ വീടുകളിൽ ആവർത്തിക്കത്തില്ല. പ്രാർത്ഥിച്ചേ. ഇനി അത് നിങ്ങളുടെ വീട്ടിൽ ആവർത്തിക്കില്ല. മക്കളെ തുറന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഇനി അതൊന്നും നിങ്ങളുടെ വീടുകളിൽ നടക്കുകയില്ല. ഇനി അതൊന്നും നിങ്ങളുടെ വീടുകളിൽ നടക്കത്തില്ല. ഇനി അതൊന്നും നിങ്ങളുടെ തലമുറകളിൽ സംഭവിക്കത്തില്ല. ഇനി അതൊന്നും ആവർത്തിക്കുകയില്ല. കാരണം ഇന്ന് പകൽ ഈ വീട് ഒരു വലിയ നിയോഗമുള്ള ഭവനമാണ്. വലിയൊരു നിയോഗമുള്ള ഭവനമാണ്. എന്നോട് ദൈവാത്മാവ് ആഴത്തിൽ പറയുകയാണ്, 2024 പ്രോജക്റ്റ് തുറന്നു വരുന്നത് പോലെ ദൈവപ്രവർത്തികൾ ഓപ്പൺ ആകാൻ പോകുകയാണ്. അന്യഭാഷ പറ, മൗനമായിട്ട് നിൽക്കാതെ. തകർന്ന ചില കുടുംബങ്ങൾ പണിയപ്പെടാൻ പോകുകയാ. എനിക്കറിയില്ല, ശാപം കേറി മുടിഞ്ഞ ചില വീടുകൾക്കകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുകയും എല്ലാ ഡിവോഴ്സുകളെയും ഞാൻ ശാസിക്കുന്നു. I break. മൗനമായി നിൽക്കല്ലേ മക്കളെ, അന്യഭാഷ പറ. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം കണ്ടൊരു വീടാണ് നിങ്ങൾ. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി കണ്ടൊരു വീടാണ്. പ്രാർത്ഥിച്ചേ. ഇപ്പോൾ നിങ്ങൾ മിണ്ടാതെ നിന്നാൽ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത് ഉദ്ധാരണമാണ്. പ്രാർത്ഥിച്ച് യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മോനെ. ഓടിച്ചില്ല.
രഗതന 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 രഗതന. സിറിയക്ക് പോയി ഭാര്യയുടെ കയ്യെ പിടിച്ച് പോയിക്ക്, യേശുവിന്റെ നാമത്തിൽ ചെയ്യും. റകല വകതന റകതന ലകതന ലകതന. അന്യഭാഷ പറഞ്ഞ് എവിടെയോ പഴയ ഡേറ്റ ബ്രേക്ക് ആകുന്നത് എനിക്ക് കാണാം. പഴയ ഡേറ്റ ബ്രേക്ക് ആകുന്നത് എനിക്ക് കാണാം. പഴയ ഡേറ്റ ബ്രേക്ക് പഴയ ഡേറ്റ ആരുടെയൊക്കെയോ കണ്ണുനീരുകൾ തീയായി മാറുകയാ. ആരുടെയൊക്കെയോ കണ്ണുനീരുകൾ തീയായി മാറുകയാ. ആരുടെയൊക്കെയോ കണ്ണുനീരുകൾ തീയായി മാറുകയാ. അനേകരുടെ വെളിച്ചമായി നിന്റെ വീട് മാറാൻ പോകുകയാ. അനേകരുടെ വെളിച്ചമായി നിന്റെ വീട് മാറാൻ പോകുകയാ. നിന്റെ തലമുറ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ പോകുകയാ. ആമേൻ. Every darkness, every sickness, every curses, labre teresa, amkokosmani amtoria, ladies biana. ഈ സഭ അടുത്തൊരു ലെവല് കാണാൻ പോകുകയാ. എല്ലാവരും അന്യഭാഷ പറ. മൗനമായി നിൽക്കരുത്. അന്യഭാഷ പറ മക്കളെ, അന്യഭാഷ പറ. വലിയ ശുശ്രൂഷയുണ്ട്, വലിയ ശുശ്രൂഷയുണ്ട്, വലിയ മിനിസ്ട്രി ഉണ്ട്, വലിയ നിയോഗമുണ്ട്, വലിയ ദൈവപ്രവൃത്തിയുണ്ട്. വലിയ ശുശ്രൂഷയുണ്ട്. പുറകോട്ടോടാനല്ല, മുൻപോട്ടോടാൻ. പുറകോട്ടോടാനല്ല, മുൻപോട്ടോടാൻ. എന്തോ സംഭവിക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ മേലാത്തൊരു തീ ഈ ചർച്ചിനകത്ത് ഇറങ്ങുന്നുണ്ട്. യെസ്, പിടിച്ചു നിൽക്കാൻ മേലാത്തൊരു തീ ചിലതിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്. ചില വീടിനകത്തെ ശാപങ്ങൾ അഴിയുന്നു. ചില വീടിനകത്തെ ശാപങ്ങൾ അഴിയുന്നു. ചില വീടിനകത്തെ ശാപങ്ങൾ അഴിയുന്നു. ആമേൻ. നിന്റെ മേൽ ചില വീടിനകത്തെ ശാപങ്ങൾ അഴിയുന്നു. ചില വീടിനകത്തെ ശാപങ്ങൾ അഴിയുന്നു. ആമേൻ. ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ, മരണത്തിലേക്ക് തള്ളിവിടാൻ, ആമേൻ, നിനക്ക് ഡിപ്രഷൻ വരുത്താൻ. അന്യഭാഷ പറയാമെങ്കിൽ, അന്യഭാഷ പറയാമെങ്കിൽ ആത്മാവിൽ ജ്വലിച്ചേ, ആത്മാവിൽ ജ്വലിച്ചേ. നിന്റെ തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ കാരണം പഴകിയ കരമടിച്ച് ആരാധിക്കാമെങ്കിൽ ആരാധിക്കേ. പഴയ ഡേറ്റ ബ്രേക്ക് ആകുന്നു. പഴയ ഡേറ്റ ബ്രേക്ക് ആകുന്നു. പഴയ ഡേറ്റ ബ്രേക്ക് ആകുന്നു. പഴയ ഡേറ്റ ബ്രേക്ക് ആകുന്നു. ഇവരുടെ വീടുകളിൽ അത്ഭുതം നടക്കട്ടെ. ഇവരുടെ വീടുകളിൽ മിറക്കിൾ നടക്കട്ടെ. ഇവൻ ദൈവത്തിന്റെ തീയായി മാറട്ടെ. ഓ, എനിക്കറിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ഒരു ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് കരമടിച്ച ഒരു ഇരുട്ട് മാറുന്നു. ആമേ. പഴയ ഡേറ്റ മാറുന്നു. പഴയ ശാപം മാറുന്നു. സ്വീകരിക്ക, സ്വീകരിക്ക. വെറുതെ വെറുതെ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്ക. ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ദൈവത്തിന്റെ കരം. അന്യഭാഷ പറ. തുറക്ക. ഒന്ന് കണ്ണടച്ച് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച. നിങ്ങളൊന്ന് വിശ്വസിച്ചേ, ആ ഡേറ്റകൾ ഇനി എന്റെ വീട്ടിൽ വർക്ക് ചെയ്യത്തില്ല. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ. ഒരു തമാശയായിട്ട് കാണരുത്. ഓ ജീസസ്, ആഴമായ നിൻസാന്നിധ്യം
വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു ആഴമായ നിൻ സാന്നിധ്യം. വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാൻ ഉറച്ചിടുമേ. എവിടെയൊക്കെ പിശാച് നിന്നെ ഇളക്കിയോ ആ മണ്ഡലങ്ങളിലെല്ലാം ദൈവ സാന്നിധ്യം നിന്നെ മൂടുകയാ. ഓ ശാന്തരേ, എവിടെയൊക്കെ നീ ഇളകിയോ അവിടെയൊക്കെ പ്രസൻസ് നിന്നെ മൂടുകയാ. ഈ മിനിറ്റിൽ നിങ്ങൾ മിണ്ടാതെ നല്ലത് നഷ്ടമാണ്. അന്യഭാഷ പറഞ്ഞോണ്ട് എനിക്കറിയില്ല, എന്നോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ഉറപ്പിച്ചു പറഞ്ഞു, ഈ സഭയുടെ ഫേസ് ദൈവം മാറ്റാൻ പോവുക, കുടുംബങ്ങളുടെ ഫേസ് ദൈവം മാറ്റാൻ പോവുക, തലമുറകളുടെ ആറ്റിറ്റ്യൂഡ് ദൈവം മാറ്റാൻ പോവുക. കാര്യം 100% ഈ സഭ അഭിഷേകത്തിന് കീഴിലോട്ട് വരികയാ. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാനേകൻ അല്ലിനിയോ. ഞാൻ ഇന്ന് രാത്രി ഉറയ്ക്കുകയാ. ഞാൻ ഇനി ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരാൾ നിൽക്കുകയാ. ആഴമായ നിൻ സാന്നിധ്യം വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാനേകൻ അല്ലിനിയോ. പിതാവേ, നല്ല ദിവസത്തിന് നന്ദി. നീ തന്ന ദൂത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ആ ദൂതിൽ നിർത്തിക്കൊണ്ട് നീ ഇവരെ മാനിക്കണമേ. ഈ സഭയെ ഞാൻ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നു. ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുന്നു. 33 മൈൽ അപ്പുറം ആളുകൾ ഇവിടെ ആരാധനയ്ക്ക് വരുന്നതിനായി സ്തോത്രം. 33 മൈൽ അപ്പുറം ആളുകൾ ഇവിടെ ആരാധനയ്ക്ക് വരുന്നതിനായി സ്തോത്രം. ദൈവം ഇവിടെ എന്തോ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ച് കർത്താവിനെ ആരാധിച്ചേ.